ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഇനി സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെ ഇതുപോലെ ചെറുതായിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊരു ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ ഈ ഒരു കോളിഫ്ലവറൊക്കെ ഏകദേശം ഇങ്ങനെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയും കൂടി ഏകദേശം ഒന്നിങ്ങനെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വല്യുള്ളി ചേർത്ത് കൊടുക്കാം. വല്യുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു വല്യുള്ളിയുടെ പകുതിയോ അല്ലെന്നുണ്ടെങ്കിൽ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ മതിയാവും. ഇനി ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മല്ലിയില അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മഷ്റൂമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. അപ്പോൾ അതൊക്കെ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇത് നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് അങ്ങ് ഓവർ കുക്ക് ചെയ്തെടുക്കണ്ട. ഇനി ഇതിലേക്ക് മാഗി ക്യൂബാണ്. മാഗി ക്യൂബ് ഒരു പീസ് മാഗി ക്യൂബ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിനായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകരമായിട്ട് ചില്ലി ഫ്ലക്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടികളുടെ പച്ചമണക്ക മാറി വരുന്നവരെ നമുക്ക് കുറച്ച് സമയം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചിക്കൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ചിക്കനോ നിങ്ങൾക്ക് ബീഫോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചിട്ടും ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കന് സാധാ നോർമൽ മസാലയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൈ ആക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്നാക്സിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഡോൺ തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ നേരത്തെ തന്നെ അതിൻ്റെ മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മാവൊന്നുമില്ല, സാധാരണ നമ്മൾ മൈദ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. മൈദയും വെള്ളവും ഉപ്പും വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് ഞാനിവിടെ നേരത്തെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ആ ഒരു മാവ് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ഇതുപോലെ ഒരു വലിയ റൗണ്ടായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ശേഷം അതിൻ്റെ ഈ ഒരു നടുഭാഗത്തായിട്ട് നമുക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചീസ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നിങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. പിന്നെ ഒരു ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമായിട്ടോ. ഞാൻ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഷേപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഏകദേശം ഈ ഒരു രീതിക്ക് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്ക് നേരത്തെ ചുട്ടെടുക്കട്ടെ. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ കളർ ആയി വന്നാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണമെന്ന് ചുട്ടെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് നമുക്കതിൻ്റെ പുറഭാഗം
കിട്ടും. ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ടൈമിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഇത്. വേണമെന്നുണ്ടെങ്കിൽ രാവിലെയോ അല്ലെന്നുണ്ടെങ്കിൽ സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതല്ല രാത്രിയിലും വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഒന്ന് തന്നെ ഉണ്ടാക്കിയെടുത്താൽ അത്യാവശ്യം വയറ് നിറയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഭയങ്കര ഹെവി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ ചിക്കനൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്